ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ എടുത്ത് കാണുന്നത് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ, എവിടുന്നെങ്കിലും ലൈക്ക് ഒരു ഹോപ്പ്, ഇനി പഠിച്ചാൽ എന്നെ കൊണ്ട് ഇത് പറ്റുമോ. എനിക്കറിയാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു ഫേസ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ചേച്ചി എത്ര പഠിച്ചിട്ടും പറ്റുന്നില്ല, അത്രയും എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛനും അമ്മയൊക്കെ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എനിക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ പ്ലാൻ ബി. എനിക്കൊരു പ്ലാൻ എ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇത് വേണം, എനിക്ക് നീറ്റ് വേണം. ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കംപ്ലീറ്റ് നീറ്റ് സ്റ്റോറിയാണ്. അതായത് ഞാനൊരു ഡോക്ടർ ആവണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായത് മുതൽ അറ്റ് ലാസ്റ്റ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് നേടിയത് വരെയുള്ള കഥയാണ്. ഞാൻ ആക്ച്വലി 6th പഠിക്കുന്ന സമയത്താണ് ഡോക്ടർ ആവണം എന്നൊരാഗ്രഹം തോന്നി തുടങ്ങിയത്. ബട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്കറിയാം ഈ ഒരു ഡോക്ടർ ആവാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ +1 +2 ഒക്കെ കഴിഞ്ഞ് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട്, അന്ന് എനിക്ക് ഈ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിനെ പറ്റിയൊന്നും അറിയില്ല. ഞാൻ കരുതുന്നത് +1 +2 കഴിഞ്ഞ് നമ്മൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് അങ്ങനെ പഠിപ്പിക്കും. അവിടുന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ പഠിച്ച് നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞ് നമുക്ക് നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടഫ് എക്സാം ഉണ്ട്. അത് ക്രാക്ക് ചെയ്തിട്ടാണ് MBBSന് കയറുക. ഇത്രയാണ് അന്ന് എനിക്ക് അറിയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ലൈക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, സ്ട്രെസ്ഫുള്ളാണ്. അങ്ങനെ പോയാൽ തന്നെ നല്ലോണം പഠിക്കുന്ന കുട്ടിക്ക് പോലും കിട്ടില്ല, ഭയങ്കര ഡിപ്രഷനിലായി പോകും. ഇങ്ങനത്തെ കുറേ കഥകൾ ഞാനൊരു ഹൈസ്കൂൾ കാലത്തിലൊക്കെ പഠിക്കണ സമയത്തൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആഗ്രഹമാണ് ഡോക്ടർ ആവണം, അച്ഛനും അമ്മേനൊക്കെ ഭയങ്കര പ്രൗഡാക്കണം. ബട്ട് സ്റ്റിൽ ഐ വാസ് എഫ്രൈഡ് അബൌട്ട് മൈ ഡ്രീം. എനിക്ക് പറ്റണ ഒരു കാര്യമാണോ, ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയാൽ തന്നെ ഭയങ്കര പൈസയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അച്ഛൻ അത്രയും പൈസ വെറുതെ ആയിപ്പോവോ, എൻ്റെ ഒരു വർഷം അത്രയും വെറുതെ ആയിപ്പോവോ, സ്ട്രെസ്സായിട്ട് അങ്ങനെ ആയിപ്പോവോ, ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കുന്ന ഒരു സ്റ്റേജായിരുന്നു ഈ സ്കൂളിംഗ് ടൈം പറയുന്നത്. പക്ഷേ ആ ഒരു സമയത്തൊക്കെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ക്ലാസ്സിൽ എപ്പോഴും ടോപ്പർ തന്നെയായിരുന്നു. ബട്ട് ആ ടൈമിലൊന്നും നീറ്റ് പ്രിപ്പറേഷനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് +1 ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ, അപ്പോൾ +1 +2. അപ്പോൾ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് മാറിയപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ഓഫ് മൈ ലൈഫായിരുന്നു ആ ഒരു ടൈം. ബട്ട് ഞാൻ നന്നായിട്ട് എഫേർട്ട് ഇട്ടു. ആദ്യത്തെ ഒരു 3 മാസമൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, നന്നായി എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മതി എന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോഴും എൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുന്ന സമയത്ത് ഈവൻ ഫിസിക്സ് പോലെ എടുത്ത് നോക്കുമ്പം ലൈക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായി +1 പഠിക്കുമ്പോൾ. അതിൻ്റെ മേളിലൊക്കെ എനിക്ക് അറിയാത്ത ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ ഒക്കെ മേളിൽ അതിൻ്റെ മലയാളം മീനിങ് ഇങ്ങനെ എഴുതി വെച്ചതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര അയ്യോ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സമയത്ത് എന്ന് തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ +1 നന്നായി പഠിച്ചിട്ടുണ്ട്, നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ട്. +1 എനിക്ക് ഫുൾ മാർക്കായിരുന്നു, 580ൽ 580 തന്നെ കിട്ടി. +1 എക്സാം കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നിട്ട് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്, നമ്മുടെ ടീച്ചിങ് സിസ്റ്റം കംപ്ലീറ്റ് ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലോട്ട് ഷിഫ്റ്റായി. മറ്റേ വിക്ടേഴ്സ് ചാനലിൽ ക്ലാസ്സസൊക്കെ നിങ്ങൾ ചിലപ്പം കാണുന്നവർ, ഈ വീഡിയോ കാണുന്നവരും ചിലപ്പോൾ ആ ഒരു ഫേസിലൂടെ പോയിട്ടുണ്ടാവും. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഭയങ്കര ആക്റ്റീവാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സസ് കേൾക്കുന്നുണ്ടോയെന്ന്. ഞാൻ ആക്ച്വലി ഹോസ്റ്റലിലാണ്. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഓൺലൈൻ ക്ലാസ്സസ് എനിക്ക് തീരെ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഫോൺ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ടാണല്ലോ ക്ലാസ് കാണുക. അപ്പോൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നാൽ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അങ്ങനെ ആയിപ്പോവും. ക്ലാസ് കംപ്ലീറ്റ്ലി അങ്ങ് മറന്നു പോകും. എൻ്റെ +2 ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഉഴപ്പി. ലൈക്ക് ലൈഫിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഉഴപ്പിയിട്ടുണ്ടായിരുന്നില്ല. +1 വരെ നന്നായി പഠിച്ചു വന്ന കുട്ടി +2 എത്തിയപ്പം കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു നേച്ചറിലോട്ട് മാറി. ഫുൾ ഉഴപ്പാൻ തുടങ്ങി. വീട്ടിൽ അച്ഛനൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പഠിക്കുക പറഞ്ഞിങ്ങനെ അല്ല ഉണ്ടാക്കും. അച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ ലൈക്ക് എനിക്കും സ്ട്രെസ്സാവാൻ തുടങ്ങി. ഞാനൊന്നും പഠിക്കുന്നില്ല. പഠിക്കാൻ വിചാരിച്ചാൽ പോലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കുറേ കാലം ഇങ്ങനെ ഉഴപ്പിയിട്ട് ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഈ +2 കുറച്ച് മാസം കഴിഞ്ഞാൽ +2 കഴിയും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്,
ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ കേട്ട കാര്യങ്ങൾ, ലൈക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഫേസസ് വെരി സ്ട്രെസ്ഫുൾ, എന്നെ കൊണ്ടത് പറ്റുമോ, അച്ഛൻ അത്രയും ഫൈനാൻഷ്യൽ ബേർഡൻ കൊടുത്ത് ലാസ്റ്റ് എനിക്കത് കിട്ടാണ്ടായി പോയാലോ, ഇങ്ങനെ കുറേ സ്ട്രെസ്സ് കയറാൻ തുടങ്ങി. അപ്പം ഈ ഒരു +2 കഴിയാനായ സമയത്ത്, അല്ലെങ്കിൽ +2 കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, പോകണോ പോകണ്ടയോ, റിപ്പീറ്റ് ചെയ്യാൻ പോകണോ പോകണ്ടയോ. എനിക്ക് ആഗ്രഹമുണ്ട് ഡോക്ടർ ആവണമെന്ന്, ബട്ട് എന്നെക്കൊണ്ട് പറ്റണ ഒരു കാര്യമാണോ എന്ന് ഡൗട്ട് ആവാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ എന്നിൽ ഭയങ്കര വിശ്വാസമാണ്, അതായത് എന്നെക്കൊണ്ടെല്ലാം പറ്റും, ഐ ക്യാൻ ഡു ദാറ്റ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ അച്ഛനാണ് വിശ്വസിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ എന്തായാലും പോയിക്കോ, നിനക്ക് എന്തായാലും കിട്ടുന്നുള്ള രീതിക്ക് അച്ഛൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ എന്നാൽ ഞാൻ കരുതി ഓക്കെ, വെറുതെ ഈ തവണ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ ആ ഒരു +1 +2 ഞാൻ +1 നന്നായി പഠിച്ചിട്ടുണ്ട്, +2 ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ നീറ്റ് എക്സാമിന് ഇനി ഒരു 2-3 മാസം ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 ഫ്രണ്ട്സ്, ഞങ്ങൾ 4 ഗേൾസ് ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ബയോളജിയാണ് എസ്പെഷ്യലി ഫോക്കസ് ചെയ്തത്. ബയോളജി ഫുൾ ചാപ്റ്റേഴ്സ് ഇങ്ങനെ ഓരോ ദിവസം ഇത്ര ചാപ്റ്റേഴ്സ് വെച്ച് റിവൈസ് ചെയ്ത് പോകാം, ഈ ഒരു ലാസ്റ്റ് 3 മാസം ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം, അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ഞാൻ ക്രാഷ് കോഴ്സിനും ജോയിൻ ചെയ്തിരുന്നു. ക്രാഷ് കോഴ്സും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 2-3 ദിവസം നന്നായിട്ട് പഠിച്ചു, പിന്നെ കംപ്ലീറ്റ്ലി ഉഴപ്പാൻ തുടങ്ങി. ഓൺലൈൻ എനിക്ക് തീരെ പറ്റില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോവും. എക്സാമൊക്കെ ആവുന്ന സമയത്ത് ലൈക്ക് ഓൺലൈനായിട്ടായിരിക്കും എക്സാം, അച്ഛൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി കോപ്പി അടിച്ച് എഴുതും, എന്നിട്ടൊരു ഇത്ര മാർക്ക് വാങ്ങും. ആ രീതിക്കായിരുന്നു ക്രാഷ് കോഴ്സും. അപ്പോൾ ലാസ്റ്റ് ഞാൻ ക്രാഷൊക്കെ വിട്ട് നമ്മൾ 4 ഗേൾസ് ചേർന്ന് ഈ ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവായിട്ട് ബയോളജി നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആ തവണ നീറ്റ് എക്സാം 2021 നീറ്റ് എഴുതിയപ്പോൾ എൻ്റെ മാർക്ക് വാസ് അറൗണ്ട് 330 സംതിങ്. അതിലെനിക്ക് തോന്നുന്നു ആ 330 എനിക്ക് ബയോളജിയിൽ തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ചെറിയ എന്തോ മാർക്ക് <15 സംതിങ് ആണ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഒരു 300 മാർക്കിൻ്റെ അടുത്ത് ബയോളജി തന്നെയായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, ലൈക്ക് ഇത്രയും കുറച്ചൊരു എക്സാമിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങളിൽ മുന്നേ തന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പം ഇത്ര മാർക്ക് കിട്ടിയില്ലേ, നീ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കി നോക്കുക, മേ ബി നല്ലോണം പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് വന്നപ്പം ഞാൻ കരുതി ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അങ്ങനെ ഞാൻ റിപ്പീറ്റേഴ്സ് കോഴ്സിൽ ജോയിൻ ചെയ്തു. 11 മന്ത്സിൻ്റെ പ്രോഗ്രാമായിരുന്നു. എനിക്ക് നീറ്റ് എക്സാം ജൂലൈയിലായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം സെപ്റ്റംബറിലാണ്. ഓൾമോസ്റ്റ് ഒരു 11 മന്ത്സിൻ്റെ അടുത്തായിരുന്നു എൻ്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ കോഴ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിലും കോവിഡ് കാരണം ആദ്യത്തെ 3 മാസം ഓൺലൈനായിരുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓൺലൈൻ തീരെ പറ്റില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് ഡോക്ടർ ആവണം, അച്ഛനെ അമ്മനെയൊക്കെ ഭയങ്കര പ്രൗഡാക്കണം, ലൈക്ക് കുറേ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ലൈക്ക് ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഗേൾ ആയിരുന്നു ചെറുപ്പം തൊട്ടേ. ഇങ്ങനെ എൻ്റെ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ മോട്ടിവേഷണൽ കോട്ട്സും. അപ്പോൾ ഞാൻ എന്നെ തന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ നന്നായി പഠിച്ചു, എക്സാംസിലൊക്കെ നല്ല മാർക്ക്. അന്ന് എനിക്ക് ഫസ്റ്റ് എഴുതിയ എക്സാമിൽ തന്നെ 2nd റാങ്കൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് യെസ് ഐ ക്യാൻ ഡു ദിസ്, എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഓൺലൈനാണല്ലോ ക്ലാസ്സസ് ഒക്കെ ഓൺലൈനിൽ കാണുമ്പം പിന്നെ എൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ മൈൻഡ് എഗെയിൻ വരാൻ തുടങ്ങി. എഗെയിൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റ് ആവാൻ തുടങ്ങി. പിന്നെ കുറച്ച് കാലം ക്ലാസ്സസ് ഒന്നും മര്യാദയ്ക്ക് കാണാതായി. പിന്നെ കുറേ പെൻഡിങ് വന്നു, ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ഡു. സത്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ പോലും അന്നേരം ചെയ്തിട്ടില്ല. ആകെ സ്റ്റഡി മെറ്റീരിയലിൽ ക്ലാസ്സിൽ പഠിപ്പിച്ച സാധനം മാത്രം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും, NCERT ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിക്കും. ഇതായിരുന്നു അന്നേരത്തെ ഒരു സ്റ്റഡി റൂട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ അതും പോകാൻ തുടങ്ങി. ലാസ്റ്റ് കംപ്ലീറ്റ്ലി എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവാൻ തുടങ്ങി. എക്സാമിനൊക്കെ അച്ഛനും എൻ്റെ ക്ലാസ് മെൻഡർ ഉണ്ടാവുമല്ലോ, ക്ലാസ് ടീച്ചർ, ഇവർ രണ്ടുപേരും വഴക്ക് പറയാണ്ടിരിക്കാൻ എഗെയിൻ പണ്ടത്തെ പോലെ ക്രാഷിനൊക്കെ ചെയ്തതുപോലെ കോപ്പി അടിച്ചിട്ടൊക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര റിഗ്രറ്റ് ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈവൻ ദോ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, 3 മാസം കഴിഞ്ഞാൽ, ലൈക്ക് ഫസ്റ്റ് 3 മാസം കഴിഞ്ഞാൽ ലാസ്റ്റ് 8 മന്ത്സിലേക്ക് ഹോസ്റ്റൽ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ്ലൈനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല, ലൈക്ക് കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കി അത്രയ്ക്കും എൻ്റെ എക്സ്ട്രീം പൊട്ടൻഷ്യൽ എടുത്തിട്ട് പഠിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആ ഒരു ഫസ്റ്റ് 3 മാസം കഴിഞ്ഞു, ഞാൻ ഹോസ്റ്റലിലോട്ട് ഷിഫ്റ്റായി. ഹോസ്റ്റലിൽ പോയപ്പോഴാണ് ഞാൻ എത്ര പത്തറ്റിക്കായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായത്. കാരണം ഹോസ്റ്റലിൽ പോയപ്പം കുറേ കുട്ടികളുടെ ഇത്ര അട്ടിക്ക് അവർ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ
ലൈക്ക് ക്വസ്റ്റ്യൻ ചെയ്ത റഫ് പേപ്പേഴ്സും ഗൈഡ്സും ഇതൊക്കെ കണ്ട് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ ഈവൻ ഫിസിക്സ് പോലും, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിസിക്സിൽ അത്ര എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതുപോലും ഞാൻ ചെയ്തിരുന്നത് NCERT ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ഇങ്ങനെ വായിക്കും. എന്നിട്ട് ക്ലാസ്സിൽ ചെയ്ത ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കും. ഇതായിരുന്നു ആദ്യത്തെ കുറച്ച് കാലത്തൊരു റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കംപ്ലീറ്റ്ലി മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ എടുത്ത് കാണുന്നത് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ, എവിടുന്നെങ്കിലും ലൈക്ക് ഒരു ഹോപ്പ്, ഇനി പഠിച്ചാൽ എന്നെ കൊണ്ടിത് പറ്റുമോ എന്നുള്ള ലൈക്ക് ആ ഒരു അഷുറൻസിന് വേണ്ടിയൊക്കെ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടാവും. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് 3 months ഞാൻ അത്രയ്ക്ക് ഉഴപ്പിയിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് 8 months എന്ന് പറയുന്നത് എനിക്കറിയില്ല എനിക്ക് എവിടുന്നാണ് എനർജി വന്നത്. മേ ബി ഫ്രം ദ ലൈക്ക് എൻ്റെ കോറിലുള്ള ആ ഒരു ഡ്രീമില്ലേ, ലൈക്ക് എനിക്ക് ഡോക്ടർ ആവണം, അച്ഛനെ അമ്മേനെയൊക്കെ പ്രൗഡാക്കണം. കാരണം എൻ്റെ ഫാമിലിയിൽ ആരും ഡോക്ടേഴ്സ് ആയിട്ടില്ല. എൻ്റെ ഫാമിലിയിൽ ലൈക്ക് ഞാനായില്ലെങ്കിൽ ഒരു പക്ഷെ വേറെ ആരും ഈ ഒരു ലൈക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവുണ്ടാവില്ല, റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ, ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കാൻ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ പ്ലാൻ ബി. എനിക്കൊരു പ്ലാൻ എ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇത് വേണം, എനിക്ക് നീറ്റ് വേണം, എനിക്ക് നീറ്റിൽ നല്ല റാങ്ക് വേണം, നല്ല മാർക്ക് വേണം, എന്നെക്കൊണ്ട് പറ്റുന്നതിൽ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജിൽ എനിക്ക് കയറാൻ പറ്റണം. ഇതൊക്കെ എൻ്റെ കോറിലുള്ള ആഗ്രഹങ്ങളാണ്. മേ ബി ദറ്റ് കോർ ഡ്രീംസ് അല്ലെങ്കിൽ ആ ഒരു കോർ ബിലീവ്സ് എന്നെക്കൊണ്ട് പറ്റും എന്ന് എവിടെയോ ഉള്ളിൽ പറയുന്ന ആ ഒരു ബിലീവ് കാരണമായിരിക്കും എനിക്ക് അത്രയും എഫേർട്ട് ഇട്ട് ലാസ്റ്റ് ഒരു 8 months പഠിക്കാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡെയിലി 14 hours പഠിക്കുമായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി രാവിലെ എണീച്ചിട്ട് ഒരു ജേർണലിൽ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇന്ന് എനിക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, അങ്ങനെ ഒരു എക്സാക്ട് പ്ലാൻ ഉണ്ടാക്കി വെക്കുമായിരുന്നു. സ്റ്റിൽ എനിക്ക് ജേർണലുണ്ട്. എനിക്കത് ഒരു മസ്റ്റ് ഡു തിങ് ആണ്. രാവിലെ എണീച്ച് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആക്കണം എന്നൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കണത്. ആ ഒരു സമയത്തുള്ള ജേർണലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 1 minute പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല. ലൈക്ക് ഞാൻ റെസ്റ്റ് എടുക്കുന്ന ടൈം, ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈം, അതുപോലും ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ജേർണലിലും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പ്ലാനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തൊരു കാര്യവും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്കത് പ്രോപ്പറായിട്ട് ആ ഒരു ആക്ഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം വളരെ കൃത്യമായിട്ട് ഡെയിലി നിങ്ങളുടെ അന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്ന് എന്തൊക്കെ ക്ലാസ്സസ് കാണണം, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇതൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കാം. ആദ്യത്തെ ആ ഒരു 8 മാസത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ 2-3 മാസം ഭയങ്കര ഉഷാറായിരുന്നു. പഠിക്കണം, ടോപ്പ് ആവണം, ആ ഒരു മെൻറ്റാലിറ്റിയിൽ നന്നായി ഹാർഡ് വർക്ക് ഇട്ട് പഠിച്ചു. കുറേ തവണ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ കിട്ടി തുടങ്ങി ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ. പിന്നെ സാച്ചുറേഷൻ പോയിന്റിലെത്തി. കാരണം കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ടൂ മച്ച് എഫേർട്ട് ഇട്ട് പോയി. ലൈക്ക് റെസ്റ്റ് പോലും അധികം കൊടുക്കാതെ, പിന്നെ കുറച്ചൊരു ടയറിങ് ഫേസിലോട്ടായി പോയിരുന്നു. പഠിക്കാൻ നോക്കിയാൽ പോലും ക്ഷീണം തോന്നാം. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ ഉറക്കം പ്രോപ്പറാക്കണം, ഞാൻ കുറച്ചുകൂടെ റെസ്റ്റും കൂടെ കൊടുത്തുകൊണ്ട് പഠിക്കണം. അപ്പോൾ ഞാൻ പോമഡോറോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഒരു 1/2 മണിക്കൂർ പഠിക്കും, 5 minutes റെസ്റ്റ് എടുക്കും. അപ്പോൾ നല്ല ബോഡി നല്ല റെസ്റ്റ് ചെയ്യും. പിന്നെ ഒരു 1/2 മണിക്കൂർ പഠിക്കും, എഗെയിൻ റെസ്റ്റ് എടുക്കും. ആ രീതിക്ക് പഠിച്ചു പോകാൻ തുടങ്ങി. പിന്നെ വേറെ പറയുകയാണെങ്കിൽ ഉറക്കം, ആദ്യമൊക്കെ ഞാൻ 6 മണിക്കൂർ കഷ്ടിച്ച് ഉറങ്ങുമായിരുന്നുള്ളൂ. പിന്നെ അത് ഞാൻ 7 മണിക്കൂറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ മാത്രമായിരുന്നു നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് പിറ്റേന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുട്ടികളുണ്ടാവും. എനിക്കറിയാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു ഫേസ് ഇസ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് സത്യം പറഞ്ഞു വെച്ചാൽ സങ്കടം തോന്നും. ലൈക്ക് മെൻറ്റർ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ വന്നിട്ട് ചേച്ചി എത്ര പഠിച്ചിട്ടും പറ്റുന്നില്ല, അത്രയും എനിക്ക് ആഗ്രഹമുണ്ട്, അച്ഛനും അമ്മയൊക്കെ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എനിക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പം ശരിക്കും കണ്ണ് നിറയാറുണ്ട്. ലൈക്ക് അവരുടെയൊക്കെ അവസ്ഥ കാണുന്ന സമയത്ത് ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ടും റിപ്പീറ്റ് ചെയ്തിട്ടും സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടും ഒന്നും കിട്ടാത്തൊരു അവസ്ഥ കാണുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. എനിക്കറിയാം അത്രയ്ക്കും എഫേർട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലിമിറ്റിനെയും പുഷ് ചെയ്തുകൊണ്ടുള്ള എക്സ്ട്രാസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിലീവ് ഇൻ ഗോഡ്. നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതിനും നിങ്ങളിടുന്ന ഹാർഡ് വർക്കിനും എഫേർട്ടിനും ഒക്കെ ദൈവം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരും.
MBBS ഇസ് ഓൾസോ ടഫ്, ഭയങ്കര ഈസി. എന്താ നമ്മൾ ഈ ഒരു പീരീഡിൽ ഭയങ്കര സംഭവമാണ് MBBS, എങ്ങനെയെങ്കിലും ഒന്ന് MBBSന് കയറി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കുക. പക്ഷേ ഇതിലും കുറേ നമുക്ക് സ്ട്രെസ്ഫുൾ പീരിയഡ്സൊക്കെ വരും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. നിങ്ങൾ ഈ ഇടുന്ന എഫേർട്ടും നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളൊന്നും വെറുതെ ആയി പോവില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആ ഒരു സെൽഫിൻ്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്, ഞാൻ അന്ന് അത്രയും എന്നെക്കൊണ്ട് പറ്റണതിനേക്കാൾ അതിലും കൂടുതൽ എൻ്റെ ലിമിറ്റിനെയും പുഷ് ചെയ്തുകൊണ്ട് ഞാൻ എഫേർട്ട് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇവിടെ എത്തി ഓൾ ഇന്ത്യ റാങ്ക് 320 കേരള റാങ്ക് 18 ഒക്കെ മേടിച്ച് എൻ്റെ നാട്ടിലെ തന്നെ കോളേജായിട്ടുള്ള കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടി ഇപ്പം നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. കുറേ കുട്ടികളെ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ മെൻറ്റർ ചെയ്യാൻ പോകുന്ന സമയത്തും അവർക്കൊക്കെ ലൈക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റിയതിൻ്റെ റീസൺ ഞാൻ നിങ്ങളെപ്പോലെ അത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു പീരീഡ് ഒന്ന് വേഗം കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ഒന്ന് കയറിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച ആളായിരുന്നു. പക്ഷേ എനിക്കിപ്പം ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക, നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ വിശ്വസിക്കുക. കുറേ നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ വരും, ബട്ട് എപ്പോഴും ആ ഒരു പോസിറ്റീവ് തോട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, നിങ്ങളുടെ ഡ്രീമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണിത്. ഐ ഹാവ് ടു ഡു ദിസ്. എനിക്കിത് ചെയ്തേ മതിയാവുള്ളൂ. അച്ഛനെ, അമ്മനെ, നാട്ടുകാരെ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവരെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു റിസൾട്ട് നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. നിങ്ങളിപ്പം നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇട്ട് പഠിച്ച് എക്സ്ട്രീം പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്ത് അറ്റ് ലാസ്റ്റ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ സെൽഫ് എപ്പോഴും നിങ്ങൾ ഈ കഷ്ടപ്പാടിനൊക്കെ താങ്ക്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു അൺസൗണ്ട് ജേർണി എപ്പോഴും നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ആലോചിക്കുന്ന സമയത്ത് യു വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് സെൽഫിന്. ലൈക്ക് ഇപ്പോൾ നിങ്ങളുള്ള സെൽഫിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എപ്പോഴും പ്രൗഡായിരിക്കും. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ക്യാൻ അച്ചീവ് യുവർ ഡ്രീം. ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടാൽ മതി, ഞാൻ ചെയ്യണതായിരിക്കും. അപ്പോൾ all the best.